Hello. Hi. I am Shankar, retired DGP. Hello. നിങ്ങൾക്ക് നേച്ചറൊക്കെ വലിയ ഇഷ്ടമാണല്ലേ? ഇഷ്ടാ. എനിക്കും വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ റിട്ടയർ ചെയ്ത ഉടനെ ഇവിടെ വന്ന് സെറ്റിൽ ആയത്. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എന്നാ ഞാൻ അങ്കിളിനെ ഒരാഴ്ചയായിട്ട് കാണുന്നുണ്ട്. ഡെയിലി കൂട്ടുകാരായിട്ട് വരുന്ന ആള് ഇന്ന് തനിച്ചു വന്നിരിക്കുന്നു. അത് ശരിയാ. ഇവിടെ നമ്മള് ഒറ്റയ്ക്കിരിക്കുന്ന ഓരോ നിമിഷവും മഞ്ഞുതുള്ളി പോലെയാ. എന്ത് സന്തോഷം എന്നറിയോ? അത് ശരിയാ. ഈ ഒരു സന്ദർഭത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. ായിരുന്ന പോലീസ് ഓഫീസർ DGP ശങ്കർ ഇന്ന് രാവിലെ കടപ്പുറത്ത് ദുരൂഹ സാഹചര്യത്തിൽ വെടിയേറ്റ് മരിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ കൊല ചെയ്തത് ആരെന്ന് ഇതുവരെയ്ക്കും അറിയുവാൻ സാധിച്ചിട്ടില്ല. ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് നാനാഭാഗത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. DGP ശങ്കറിനെ കൊല ചെയ്ത ആളുകളെ എത്രയും പെട്ടെന്ന് പിടികൂടുമെന്ന് പോലീസ് അധികാരികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നു. സച്ചിന്റെ വിടവാങ്ങൽ ടെസ്റ്റ് ആരംഭിക്കുന്ന 14-ന് വാങ്കഡെ സ്റ്റേഡിയത്തിൽ മത്സരത്തിന് വരുന്നു മോളെ. എന്താ മോളെ? അമ്മാവാ, ഞാൻ കോളേജിൽ പോവാ. സമയത്ത് ഗുളിക കഴിക്കാൻ മറക്കരുത്. ഇതൊക്കെ പറയാനുണ്ടോ മോളെ? കോളേജിലെത്താൻ വൈകണ്ട, മോള് വേഗം ചെല്ല്. അമ്മാവാ, കഴിക്കാനുള്ളത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലാസ്കിൽ കോഫിയുണ്ട്. ഓക്കെ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ പോയതിനു ശേഷം മധുരം വരുത്തി നിൽക്കരുത്, പറഞ്ഞേക്കാം. കേട്ടല്ലോ? അഞ്ജലി, സൂക്ഷിച്ചു പോ മോളെ. അയ്യേ, എന്താ ഇങ്ങനെ നോക്കുന്നേ? നിന്നെക്കാള് സുന്ദരിയാണെന്ന് ഓർത്താണോ? ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെയായിരിക്കുന്നേ. ഒരുപാട് സൗന്ദര്യം ഉണ്ടെങ്കിലും പ്രശ്നമാണല്ലേ? എന്താടി കമന്റെല്ലാം അടിക്കുന്നേ? നാട്ടിൽ പോയി വന്ന ശേഷം വളരെ സന്തോഷത്തിലാണല്ലോ. എന്താ വിശേഷം? എന്താടി ഇത്? മഴ കൊണ്ട് എല്ലാവരും പെട്ടെന്ന് ഓടിക്കളയാ പതിവ്. ഇവിടെ എന്താന്ന് വെച്ചാൽ മഴ നനഞ്ഞ ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുകയാണല്ലോ. അവൾ അങ്ങനെയാ. മഴ പെയ്താ പിന്നെ അവള് പരിസരം ആകെ മറക്കും. നോക്കി നിൽക്കാതെ വാടി, നമുക്ക് ഐസ്ക്രീം കഴിക്കാം. എന്റെ അമ്മേ, ഈ പെരുമഴയത്ത് ഐസ്ക്രീം കഴിക്കുന്ന നിന്റെ ശീലമേ ഈ ലോകത്ത് വേറെ ആർക്കും കാണില്ല. എന്തുകൊണ്ട് കാണില്ലെന്നാ? അതൊക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കും. എന്നെ പോലെ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെട്ടത് മാത്രം ചെയ്യുന്നതുമായി 100-ൽ 10 പേരെങ്കിലും ഉണ്ടാകും.
10 പേരില്ലെങ്കിലും ഒരുത്തിനെങ്കിലും എവിടെയെങ്കിലും കാണും. തീർച്ചയായിട്ടും ഉണ്ടാകും. മാറി നിൽക്കടാ. നിനക്കെന്താണ് ശരിക്കും ഭ്രാന്ത് പിടിച്ചോ? നിനക്ക് എന്താടാ പറ്റിയെ? ഒരു കുഴപ്പമില്ലല്ലോ. നിന്നെ രക്ഷിക്കുന്നതിനിടയ്ക്ക് ഞാൻ ചാകാൻ മറന്നുപോയി. അയ്യോ, എന്തിനാടാ ചാകാൻ വേണ്ടി ഇങ്ങനെ കിടന്ന് അലയുന്നേ? ഇത് ഞാൻ നിന്റെ അടുത്ത് വന്ന് ചോദിച്ചാ നീ അനുസരിക്കുമായിരുന്നു? ഒന്ന് പോടാ, എനിക്ക് 1500 പ്രശ്നങ്ങളുണ്ട്. നിനക്ക് 1500 പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അതൊന്നും സോൾവ് ചെയ്യാൻ ഞാൻ നിന്നോട് പറയുന്നില്ല. അതിനുവേണ്ടിയല്ല നിന്നെ ഞാൻ രക്ഷിച്ചതും. ഇത് കേട്ടോ, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരുമില്ല, പ്രശ്നങ്ങളില്ലാത്തവൻ മനുഷ്യനുമല്ല. എന്നെ സംബന്ധിച്ച് ഈ ലോകത്തുള്ളവൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം ധൈര്യം. ആ ധൈര്യം നിനക്കുണ്ടല്ലോടാ. അത് മരണഭീതിയില്ലാത്ത ധൈര്യം. എടാ, നേരെ വന്ന ട്രെയിനെ എതിരിടാൻ നോക്കിയ നീയെ നിന്റെ പ്രശ്നങ്ങൾ കണ്ടതിനെ പേടിക്കുന്നേ? ചീറി വരുന്ന ട്രെയിൻ മാത്രമല്ല, എന്തു വന്നാലും തരണം ചെയ്യണം. അതാടാ ധൈര്യം. ആ ധൈര്യം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കണം. മരണം നമ്മളെ തേടി വരും. ജീവിച്ച് ജയിക്കണം, അതാണ് വേണ്ടത്. എടാ അനിയ, അതിന് ഇത്ര വലിയ റിസ്ക് എടുക്കണോടാ? ആ ചേട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര വലിയ റിസ്ക് ആണെങ്കിലും ഞാൻ ആലോചിക്കത്തേയില്ല.